ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1842. ഇന്ന് ജനുവരി മാസം 15-ാം തീയതി. സുറിയാനി സഭയെ സംബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിന്റെ വിത്തുകളെ പ്രതിയുള്ള പുകഴ്ച പെരുന്നാളിന്റെ ദിനമാണ് ഇന്ന്. വിത്തുകളെ പ്രതിയുള്ള പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥത. നമ്മുടെ കർത്താവ് പറഞ്ഞൊരു കഥയുണ്ട്, ഒരു ഉപമ. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തില് നമ്മളത് പല ആവർത്തി പരിചയപ്പെട്ടതാണ്. എല്ലാത്തിന്റെയും തുടക്കം വിത്തിൽ നിന്ന് തന്നെയാണ്. അത് കൃത്യമായി മണ്ണിൽ ഒരുക്കപ്പെട്ട ഇടത്ത് എത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതിനിടയിൽ പലതും സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ടത്രേ. വഴിയിൽ വീണുപോകാം, ഒരു താഴ്ചയിലേക്ക് പോകാൻ നിവൃത്തിയില്ലാത്ത കടും പാറമേലത് വീണുപോകാം. മുള്ളുകൾക്കിടയിൽ അത് വീണ് വളരാൻ ശ്രമിച്ച് ഞെരുക്കങ്ങളിൽ അകപ്പെട്ട് നശിച്ചു പോകാം. ഒടുവിൽ ഒരുക്കപ്പെട്ട നല്ല നിലത്തും വീഴാം. എന്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന യേശു വചനത്തിന് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തിലേക്ക് ആ വചനത്തിന്റെ വിത്തുകൾ വീഴുന്നുണ്ടോ? വീണാൽ തന്നെ അത് നാമ്പെടുക്കുന്നുണ്ടോ? തള്ളിരിടുന്നുണ്ടോ? വളരുന്നുണ്ടോ? മുതിരുന്നുണ്ടോ? പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത അതിന് ആവശ്യമാണ്. ഈ വീഴുന്ന വിത്തുകൾ നന്മയുടെ വിത്തുകൾ, തിരുവചനത്തിന്റെ മുത്തുകൾ, അതൊക്കെ എന്നില് ജീവിപ്പാനായിട്ട്, എന്റെ ശരീരത്തിന്റെ, രക്തത്തിന്റെ, മാംസത്തിന്റെ ഒക്കെ ഭാഗമാകാനായിട്ട് ഒരു പ്രാർത്ഥന ആവശ്യമാണ്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തില് ഇങ്ങനെ ഫലസമൃദ്ധിയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. കുറെ കൂടി മനുഷ്യനായി മാറാനായിട്ട്, കുറെ കൂടി ഫലം പുറപ്പെടുവിപ്പാനായിട്ട്, യേശുവാകുന്ന തായ്തണ്ടിനോട്, വേരിനോടൊക്കെ ചേർന്ന് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മളിങ്ങനെ വിട്ട് അകന്ന് എവിടെ വരെ പോകും? വഴിയരിയിലായിരിക്കാം ചിലപ്പോൾ ഉറപ്പുണ്ടെന്ന്, ബലമുണ്ടെന്ന് കരുതിക്കൊള്ളുമെന്നൊക്കെ കരുതുന്ന പാറമേലാണ്. പക്ഷേ അധികകാലമൊന്നും നിലനിന്നു പോകാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതല്ലെങ്കിൽ ചുറ്റുമുള്ള ആരെങ്കിലും ഒക്കെ കൂടി നമ്മളെ ഞെരിച്ച് കൊല്ലാനായിട്ട്, ഇല്ലാതാക്കാനായിട്ട് സാധ്യതയുണ്ട്, ആ മുള്ളുകൾക്കിടയിൽ വീണ ആ വിത്തിനെ പോലെ. അതുകൊണ്ട് തന്നെ നല്ല ഇടം ഒന്ന് സ്വപ്നം കാണാനായിട്ട്, ആ നല്ല നിലത്തിലേക്കൊരു യാത്ര തിരിക്കാനായിട്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ വിത്തുകളെ പ്രതിയുള്ള പെരുന്നാൾ ദിനം ആ മധ്യസ്ഥയിൽ നമുക്ക് അഭയപ്പെടാം. പ്രാർത്ഥനയോടുകൂടി ആമേൻ.